ഇത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് കേട്ടോ. മൂകാംബികയിൽ പോയിട്ട് ദേവീനെ തൊഴണമെന്നുണ്ടെങ്കിൽ ദേവി അവിടെ ഇരുന്ന് വിചാരിക്കണം, നമ്മൾ എന്ത് വിചാരിച്ചിട്ടും കാര്യമില്ല എന്ന്. ഒരു സമയത്ത് ഞാൻ എറണാകുളത്ത് ഒരു ഇൻഷുറൻസ് TPയിൽ മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്തിരുന്നു കേട്ടോ. എന്നെക്കൊണ്ട് ഒട്ടും പറ്റാത്തൊരു ജോലിയായിരുന്നു അത്. അതിൻ്റെ ടാർഗറ്റ് മീറ്റ് ചെയ്യില്ല. ഒരു കോർപ്പറേറ്റ് കൾച്ചറിൽ എനിക്ക് ഒട്ടും ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവിടെ വീട്ടിൽ നിന്ന് അമ്മയും മേമയും കൂടി മൂകാംബികയിൽ പോകുന്നുണ്ട്. മേമയുടെ ഒരു ഫ്രണ്ടിനും കൂടി അവർ ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് മേമയുടെ ഫ്രണ്ടിന് ഒരു ക്യാൻസലേഷൻ വന്നു. നീ ആ ടിക്കറ്റിന് പോരണോ പോകുന്നതിൻ്റെ തലയാഴ്ച തന്നെ ആയതുകൊണ്ട് അവരെന്നോട് പറഞ്ഞു, നീ വേഗം ലീവ് അപ്ലൈ ചെയ്ത് അടുത്ത ആഴ്ചയിൽ നമുക്ക് സുഖമായിട്ട് പോയിട്ട് വരാമെന്ന്. പക്ഷേ എനിക്കെന്തോ ഞാൻ ഫ്രഷറും കൂടി ആയതുകൊണ്ട് തന്നെ എനിക്ക് ലീവ് ചോദിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരാഴ്ചത്തെ സ്ട്രെസ്സ് കൂടിയിട്ട് എന്നെക്കൊണ്ട് പറ്റാണ്ടായപ്പോൾ ഞാനൊരു വെള്ളിയാഴ്ച വൈകുന്നേരം സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിത് പറ്റും തോന്നുന്നില്ല, ഞാൻ റിസൈൻ ചെയ്യാൻ പോവാണെന്ന്. അപ്പോൾ സാറ് പറഞ്ഞു, ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ സാറ്റർഡേ രാവിലെ റിസിഗ്നേഷൻ ഇട്ടോളാം. അങ്ങനെ ഞാൻ രാവിലെ സാറ്റർഡേ പോയി റിസിഗ്നേഷൻ ഇട്ട് ഒരു മാസത്തെ നോട്ടീസ് പീരീഡിന് വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത്, ഓക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം അവരുടെ കൂടെ മൂകാംബികയിൽ പോയാൽ അതെങ്കിലും നടക്കുമല്ലോ എന്ന്. അങ്ങനെ ഞാൻ ആ ശനിയാഴ്ച അവിടെ നിന്ന് ഇറങ്ങി അമ്പലത്തിൽ പോയി തൊഴുത് തിങ്കളാഴ്ച രാവിലെ വീണ്ടും ജോലിക്ക് കയറി. ഞാനിപ്പോൾ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ ഞാൻ ഒട്ടും പ്ലാൻ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ അമ്പലത്തിൽ പോകണമെന്നോ ഒന്ന് പോകാൻ പറ്റുമെന്നോ തൊഴാൻ പറ്റുമെന്നോ ഒന്നും. പക്ഷേ ഒരു നിയോഗമായിരിക്കും. നല്ല രീതിക്ക് തൊഴുതു, അന്നദാനം ഉണ്ടായിരുന്നു, അത് കഴിച്ചു. ഇതിന് മുന്നേ 2-3 തവണ പോയിട്ടുണ്ടെങ്കിലും ഏറ്റവും നല്ല രീതിക്ക് എനിക്ക് ഈ വട്ടമായിരുന്നു തൊഴാൻ പറ്റിയത്.